Hi friends, I'm Tricks and Facts. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഒരു സെൽഫി സ്റ്റിക്ക്, അതായത് ഇതുപോലത്തെ ഒരു സെൽഫി സ്റ്റിക്ക് എങ്ങനെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് കുറച്ച് PVC പൈപ്പും കുറച്ച് പേരും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു കിടുക്കാച്ചി സെൽഫി സ്റ്റിക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേനും ഇച്ചിരി ലെങ്ത് കൂടിയിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റ് ഒക്കെ ആണെന്ന് തോന്നുന്നു എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേനും. അപ്പോൾ ഇതുപോലത്തെ ഒരു നല്ല സെൽഫി സ്റ്റിക്ക് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ലെങ്ത് ഇത്രയും കൂടിപ്പോയത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടുമേ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ നമ്മൾ 4 PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. ഈ 4 PVC പൈപ്പ് വെച്ചാണ് നമ്മളെ സെൽഫി സ്റ്റിക്കിൻ്റെ ബോഡി നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഇതുപോലെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സെൽഫി സ്റ്റിക്കിൻ്റെ എക്സ്റ്റൻഷൻ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് വെച്ചായിരിക്കും നമ്മുടെ ലെങ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് എല്ലാം അകത്ത് ലൂസായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ടൈറ്റ് ആക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ 2 PVC പൈപ്പ് നമുക്ക് എടുക്കാം. ഈ 2 PVC പൈപ്പ് ഇപ്പോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല ലൂസാണ്. അപ്പം ടൈറ്റ് ആകാനായിട്ട് ഞാൻ ഇതിൻ്റെ തന്നെ ഏറ്റവും ചെറിയ ഒരു സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. അതായത് ഈ PVC പൈപ്പിൻ്റെ സെയിം സ്ട്രിപ്പാണ് മുറിച്ചെടുത്തതാണ്. 2 നിറം വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്കിതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് അകത്തോട്ട് ഇടുമ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ടിരിക്കും. ഏകദേശം ഒരു ടൈറ്റ്നെസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അകത്ത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിനി ഇത് അകത്തോട്ട് ഇടുകയാണെങ്കിൽ നമ്മൾ ടൈറ്റായിട്ട് ഇരിക്കും. ഇച്ചിരി ടൈറ്റ്നെസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കിനി നമ്മുടെ എല്ലാ പീസിലും ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ 25 mm ഡയമീറ്റർ വരുന്ന നമ്മുടെ PVC പൈപ്പിലേക്ക് നമ്മൾ 20 mm ഡയമീറ്റർ വരുന്ന PVC പൈപ്പ് ഇട്ടാലും ലൂസായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 20 mm ഡയമീറ്റർ വരുന്ന PVC പൈപ്പിൽ നിന്ന് 2 സ്ട്രിപ്പ് മുറിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഈ PVC പൈപ്പിൽ നിന്ന് 2 മുറിച്ച് എടുത്ത സ്ട്രിപ്പുണ്ട്. ഈ സ്ട്രിപ്പ് നമുക്ക് ഇതിലോട്ട് കയറ്റി നമുക്ക് ഒട്ടിച്ച് വെക്കണം. ഓപ്പോസിറ്റായിട്ട് ഒട്ടിച്ച് വേണം വെക്കാൻ. എന്നിട്ട് നമ്മുടെ 20 mm ഡയമീറ്റർ വരുന്ന PVC പൈപ്പ് അകത്തോട്ട് ഇടുകയാണെങ്കിൽ നല്ല ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ഒട്ടിച്ച് വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിപ്പോൾ നമ്മൾ ഇടുകയാണെങ്കിൽ നല്ല ടൈറ്റായിട്ട് ഇരിപ്പുണ്ട്. നല്ല ടൈറ്റായിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്കിനി അടുത്ത എക്സ്റ്റൻഷൻ കൂടി സെറ്റ് ആക്കാനുണ്ട്. അതായത് നമ്മൾ 30 mm ഡയമീറ്റർ വരുന്ന PVC പൈപ്പ് നമുക്ക് സെറ്റ് ആക്കാനുണ്ട്. അപ്പോൾ ഇത് ലൂസാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 3 സ്ട്രിപ്പ്, അതായത് നമ്മുടെ 20 mm ഡയമീറ്റർ വരുന്ന PVC പൈപ്പിൽ നിന്ന് നമ്മൾ 3 സ്ട്രിപ്പ് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ 3 സ്ട്രിപ്പ് നമുക്ക് ഇതുപോലെ അകത്തോട്ട് കയറ്റി ഒട്ടിച്ച് വെക്കണം. അതായത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരുന്ന ഒരു രീതിയിൽ വേണം നമ്മളിത് ഒട്ടിച്ച് വെക്കാൻ. അപ്പോൾ അതൊന്ന് ഒട്ടിച്ച് വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ PVC പൈപ്പ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്കിനി എല്ലാ പീസും അകത്തോട്ട് ഇട്ട് കൊടുക്കാം. അകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് പിടി കിട്ടും. ഇച്ചിരി ടൈറ്റ്നെസ് കൂട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് വേണ്ടി അത്രയും ടൈറ്റ്നെസ് നമുക്കിപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സെറ്റാക്കി വെക്കുക 4 പീസും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളെ സെൽഫി സ്റ്റിക്കിൻ്റെ ബോഡി ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് തോന്നും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വെയിറ്റ്, അതായത് നമ്മുടെ ഹോൾഡറിൽ നമ്മൾ ഇവിടെ ഒരു മൊബൈൽ ഹോൾഡർ വെക്കും. അപ്പോൾ ആ ഹോൾഡർ വെയിറ്റ് കൊടുക്കുമ്പോൾ ഇതങ്ങ് നൈസായിട്ട് താഴേങ്ങി വരും. അതായത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് താഴേങ്ങി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ PVC പൈപ്പ് ഇപ്പോഴും ഇതിനകത്ത് കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം തന്നെ നമ്മൾ സാധാരണ ഒരു 300 രൂപയ്ക്കൊക്കെ സെൽഫി സ്റ്റിക്ക് മേടിക്കാൻ ചെന്നാലും ആ ഒരു പ്രശ്നം തന്നെ നമുക്ക് അതിനകത്ത് വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതിനി എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കിയാൽ ഇതിങ്ങനെ ഊരി വരും. അതായത് ഒരു ലിമിറ്റ് വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ ഊരി വരും. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് മാറ്റിയെടുക്കണം. അതുകൂടാതെ നമുക്ക് ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ പരിപാടിയും കൂടി ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ PVC പൈപ്പിൽ നമ്മൾ 3 സ്ട്രിപ്പ് ഒട്ടിച്ച് വെച്ചായിരുന്നു. ഈ 3 സ്ട്രിപ്പ് നമ്മൾ ഇവിടുന്ന് എൻഡ് വരെ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു PVC പൈപ്പ് ആയിരിക്കും നമ്മൾ അകത്തോട്ട് കയറ്റുന്നത്. ഇവിടെ ഞാനൊരു സ്ട്രിപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടിച്ച സ്ട്രിപ്പാണ്. അപ്പോൾ ഈ സ്ട്രിപ്പ് നമ്മൾ എടുത്തേക്കുന്ന ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ഈ 2 സ്ട്രിപ്പിൻ്റെ ഇടയ്ക്ക് വരുന്ന ലെങ്ത്തിൻ്റെ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറും. അതായത് ഇതുവഴി അകത്തോട്ട് കയറും. മുമ്പോട്ടും പുറകോട്ട് വരും. പക്ഷേ നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ റൊട്ടേറ്റ് ആകത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ സ്ട്രിപ്പ് ഇടിച്ച് നിൽക്കും. ഈ 2 സ്ട്രിപ്പിലും അതൊന്ന് ഇടിച്ച് നിൽക്കും. അതുകൊണ്ട് റൊട്ടേറ്റ് ആകത്തില്ല. ഇതുപോലെ തന്നെ ബാക്കിയുള്ള PVC പൈപ്പിലും നമ്മൾ സ്ട്രിപ്പ് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ റൊട്ടേറ്റ് ആകത്തില്ല. ഇനി ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു PVC പൈപ്പ് ഇവിടെ ഇടയ്ക്ക് വന്ന് സ്റ്റക്കായിട്ട് നിൽക്കുക. അതായത് ഈ ഒരു ലിമിറ്റ് വരെ വരാവുള്ളൂ ഈ ഒരു PVC പൈപ്പ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ സ്ട്രിപ്പ് എടുക്കണം. അതായത് PVC പൈപ്പിൻ്റെ ചെറിയ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത്, അതായത് ഉൾഭാഗത്ത് ഒട്ടിച്ച് വെക്കണം. അതായത് സംഭവം ഉൾഭാഗത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്
എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇത് വന്ന് ഇതിൽ ഇടിച്ച് നിൽക്കും, കാരണം ഇത് അകത്താണ് നമ്മൾ ഒട്ടിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രിപ്പിൽ ഇടിച്ച് നിൽക്കുമ്പോൾ ഒരു ലിമിറ്റ് വരെ മാത്രമേ ഇത് വരുത്തുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു സ്ട്രിപ്പ് ഇതിൻ്റെ അകത്ത് ഒട്ടിച്ച് വെക്കണം. എന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് കയറ്റുവാണെങ്കിൽ ഇതൊരു ലിമിറ്റ് വരെ മാത്രമേ വരുത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ എക്സ്റ്റൻഷനിലും വെക്കണം. അതായത് നമ്മുടെ ഈ PVC പൈപ്പിലും നമുക്ക് ഈ സെയിം സംഭവം തന്നെ ചെയ്യണം. അപ്പോൾ എല്ലാ എക്സ്റ്റൻഷനും ഒരു ലിമിറ്റ് വരെ മാത്രമേ വരുത്തുള്ളൂ. ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു ഹാങ്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹാങ്കറിൽ നിന്ന് നമ്മൾ ഇതുപോലെ 2 പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. മണ്ടക്കത്ത് കോട്ടിങ് കളഞ്ഞേക്കുവാണ്, അതുകൊണ്ടാണ് ഈ കളർ. അപ്പോൾ ഈ റാ ഷേപ്പിലാണ് നമ്മൾ ഈ 2 എണ്ണം എടുത്തേക്കുന്നത്. ഇതുപോലെ റാ ഷേപ്പ് നമ്മൾ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ എൻഡിൽ എടുത്തേക്കുന്ന ലെങ്ത്ത് 2 സെൻറ്റിമീറ്റർ, മറ്റേതിൽ നമ്മൾ ഒരു 5 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട്സ്, ഞാനൊരു പേന എടുത്തിട്ടുണ്ട്. ഈ പേന നമ്മൾ മുറിച്ച് ഇതുപോലെ 7 സെൻറ്റിമീറ്റർ ആക്കിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് താഴെ നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട്. ഇതുകൂടാതെ നമ്മൾ നല്ല സ്ട്രെങ്ത് ഉള്ള 2 റബ്ബർ ബാൻഡ് കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട്സ്, നമ്മൾ 50 സെൻറ്റിമീറ്റർ ലെങ്ത് വരുന്ന 2 കോപ്പർ വയർ എടുത്തിട്ട് രണ്ടായിട്ട് പിരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ റബ്ബർ ബാൻഡിൽ കൂടി ഇതുപോലെ കയറ്റി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് പിരിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ എൻഡ് ഇതിലോട്ട് കയറ്റി ഇട്ട് കൊടുക്കുക. ഫ്രണ്ട്സ്, നമ്മൾ റബ്ബർ ബാൻഡ് ഇത്ര അകത്ത് കയറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഈ പീസ് എടുത്തിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കയറ്റി അകത്തോട്ട് ഇടുക. റബ്ബർ ബാൻഡിൻ്റെ 2ൻ്റെ ഇടയ്ക്ക് നിന്ന് വേണം ഇത് കയറാൻ. ഫ്രണ്ട്സ്, നമ്മൾ ആ ഒരു പീസ് കയറ്റി കഴിഞ്ഞിട്ട് അധികം വരുന്നത് നമ്മൾ ഈ കോപ്പർ വയർ നമ്മുടെ ഈ ഒരു പീസിൻ്റെ മണ്ടയ്ക്കായിട്ട് ചുറ്റി വെക്കുക. അതായത് നന്നായിട്ട് ആ റബ്ബർ ബാൻഡ് താപ്പോട്ട് പോകാത്ത രീതിയിൽ നന്നായിട്ട് അവിടെ ചുറ്റി ടൈറ്റായിട്ട് വെക്കുക. ഇനി ഫ്രണ്ട്സ്, ഞാനൊരു ചെറിയ കോപ്പർ വയർ എടുത്തിട്ടുണ്ട്. ഈ കോപ്പർ വയർ നമ്മൾ ഈ താഴത്തെ ആ ഒരു പീസിലും കൂടി ഇങ്ങനെ നന്നായിട്ട് റൗണ്ട് ചെയ്ത് വെക്കുക. അത് ആടാതിരിക്കാനായിട്ടാണ്. നന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് വെക്കുക. ഇനി ഫ്രണ്ട്സ്, നമ്മളൊരു വേറെ പേനയും കൂടി എടുത്തിട്ടുണ്ട്. സെയിം സംഭവം തന്നെ നമുക്ക് ഈ പേനയിലും കൂടി ചെയ്യണം. അതായത് നമ്മൾ 2 റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇതുപോലത്തെ 2 റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഈ സെയിം പ്രോസസ്സ് തന്നെ ഇവിടെയും കൂടി ചെയ്ത് വെക്കുക. എന്നിട്ട് 2 കൂടി സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഹോൾഡർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ഹോൾഡറാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് റബ്ബർ ബാൻഡ് വെച്ചായതുകൊണ്ട് തന്നെ നമ്മൾ മൊബൈൽ ഇതിൻ്റെ ഇടയ്ക്ക് വെക്കുമ്പോൾ നമുക്ക് ടൈറ്റായിട്ട് അവിടെ ഇരിക്കും. അതായത് നമ്മൾ ഏത് സൈസ് വേണമെങ്കിലും നമ്മൾ മൊബൈൽ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചാൽ ടൈറ്റായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ ഒരു ഹോൾഡർ ഉണ്ടാക്കും. ഇനി നമുക്കൊരു ഭംഗിക്ക് വേണ്ടി ഇതിൻ്റെ ചുറ്റിന് നമുക്കൊരു ഇൻസുലേഷൻ ടേപ്പ് വെച്ചൊന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ ഇച്ചും കൂടി ഭംഗി വരും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഇതുപോലത്തെ ഒരു ഇൻസുലേഷൻ ടേപ്പ് വെച്ചാണ് നമ്മൾ ചുറ്റിയെടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ചുറ്റിയെടുക്കാൻ നല്ല ഫിനിഷിങ് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ സ്ട്രക്ചർ നമ്മൾ ഇവിടെ ഉപയോഗിച്ചേക്കുന്ന PVC പൈപ്പ് ലെയറായിട്ട് തന്നെ ഒട്ടിച്ച് വെച്ചേക്കുവാണ്. എന്നിട്ട് നമ്മൾ 2 ഹോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ബോൾട്ടും നമ്മുടെ നട്ടും കൂടി ഇടാനാണ്. ഇതുകൂടാതെ നമ്മൾ ഈ നമ്മുടെ ബോഡിയിലും കൂടി 2 ഹോൾ ഇട്ടിട്ടുണ്ട്. ഇതുവഴിയാണ് നമ്മൾ സ്ക്രൂ, അതായത് നമ്മുടെ നട്ടും ബോൾട്ട് കയറ്റി നമുക്ക് ടൈറ്റ് ആക്കുന്നത്. ഹോൾഡറും കൂടി ടൈറ്റ് ആക്കണം. അതിനുവേണ്ടി ഫ്രണ്ട്സ്, നമ്മൾ ഇതുപോലെ ഒരു പ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്ലേറ്റ് നമ്മൾ PVC പൈപ്പിൽ നിന്ന് തന്നെ എടുത്തതാണ്. നമ്മൾ PVC പൈപ്പ് മുറിച്ചിട്ട് നമ്മൾ ചൂടാക്കിയിട്ട് ഇതുപോലത്തെ ഒരു പ്ലേറ്റ് വെച്ച് അമക്കി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതുപോലത്തെ ഒരു പ്ലെയിൻ പ്ലേറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലത്തെ 2 പ്ലേറ്റ് ഉപയോഗിച്ച് നമ്മൾ ഇതുപോലത്തെ 2 ലെയർ, അതായത് 2 പ്ലേറ്റ് ഉപയോഗിച്ച് 2 ലെയറായിട്ടുള്ള ഇതുപോലത്തെ 2 സ്ട്രക്ചർ എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ 2 പീസ് ഉണ്ടാക്കിയിട്ട് നമ്മളത് ബെൻഡ് ചെയ്ത് ഇതുപോലത്തെ ഷേപ്പ് വെച്ച് ബെൻഡ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ 2 ഹോളും കൂടി ചെയ്തിട്ടുണ്ട്. ഈ 2 ഹോള് നമ്മൾ ഈ പേനയ്ക്കകത്തോട്ട് കയറ്റി ആ ഹോൾഡറിലോട്ട് കയറ്റാനായിട്ടാണ്. ഫ്രണ്ട്സ്, നമ്മൾ ഇതുപോലത്തെ ഒരു വട്ടത്തിലുള്ള ഒരു പീസ് നമ്മൾ ഇതുപോലത്തെ ഒരു പ്ലേറ്റിൽ നിന്ന് മുറിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഹോളും കൂടി ചെയ്തിട്ടുണ്ട്. ഇത് ഇതുപോലെ ഇങ്ങനെ കയറ്റി വെക്കാനായിട്ടാണ്. ഈ ഒരു ബോഡി കയറ്റി വെക്കാനായിട്ടുള്ള ഹോളാണ്. ഇതുപോലെ തന്നെ നമ്മൾ ഒരു പ്ലേറ്റും കൂടി മണ്ടയ്ക്ക് ഒട്ടിക്കാനും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇനി നമ്മുടെ ഹോൾഡർ ഇതും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് ഇനി വെക്കണം. നമുക്കിനി ഒട്ടിച്ചും നമ്മുടെ ബോൾട്ടും കൂടി ഇതിനകത്തോട്ട് ഇട്ട് വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഹോൾഡർ ഇവിടെ സെറ്റാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതുപോലെ സെറ്റാക്കി വെക്കുക. ഫ്രണ്ട്സ്, നമ്മളിവിടെ ഒരു കേടായ ഹെഡ്സെറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പീക്കർ പോയതാണ്. അപ്പോൾ ഇതുപോലത്തെ ഹെഡ്സെറ്റ് എടുക്കുക. ഫ്രണ്ട്സ്, നമ്മൾ ഈ ഹെഡ്സെറ്റിൻ്റെ നമ്മൾ ഈ മൈക്ക് വരുന്ന ഭാഗം, അതായത് നമ്മൾ ബട്ടണൊക്കെ വരുന്ന ഭാഗം നമ്മളിവിടെ ഒരു PVC പൈപ്പിൻ്റെ സ്ട്രിപ്പ് എടുത്തിട്ട് നമ്മളിവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി ഫ്രണ്ട്സ്, നമ്മൾ ഈ ബോഡിയുടെ ഇവിടെ ഒരു ഹോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഹോള് നമ്മൾ ഈ ഹെഡ്സെറ്റിൻ്റെ വയർ നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്ത് വെക്കാനായിട്ടാണ്. മണ്ടക്കോട്ട് കൊണ്ടുപോയി നമ്മൾ മൊബൈൽ കണക്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇതുപോലത്തെ ഹോളും കൂടി ചെയ്ത് വെക്കുക. ഫ്രണ്ട്സ്, നമുക്ക് കുറച്ചുകൂടെ ഒരു ലുക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ഇതുപോലത്തെ ഫ്ലെക്സ് പൈപ്പിൽ നിന്ന് ഇങ്ങനെ ഒരു ഫ്ലെക്സ് പൈപ്പ് എടുത്തിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ചെറിയ പീസ് നടുക്കുന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ലെങ്ത്തിൽ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നടക്കുന്ന മുറിച്ചെടുത്തേക്കുന്ന പീസാണ്. ഇത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ലെയർ ഇതിൻ്റെ അകത്ത് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ കുറച്ചുകൂടി ലുക്ക് കിട്ടും.
അപ്പോൾ ഫ്രണ്ട്സ് ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം എൻ്റെ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇല്ലെങ്കിൽ ചെയ്യണമെന്നില്ല, നമുക്ക് ഇച്ചിരി ലുക്ക് കിട്ടാനായിട്ട് മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഫ്രണ്ട്സ് നമ്മൾ എല്ലാ പീസും ഇവിടെ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ ഹെഡ്സെറ്റിൻ്റെ വയറും നമ്മൾ ഇവിടെ വരെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. അതുകൂടാതെ നമ്മളൊരു ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഇവിടെ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അപ്പോൾ കുറച്ചുകൂടി ഭംഗി വരും. ഇതുകൂടാതെ നമ്മൾ ഇതിൻ്റെ പുറകിൽ ഒരു പ്ലേറ്റും കൂടി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, അതായത് ഇവിടെ ഒരു പ്ലേറ്റും കൂടി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ് നമുക്കിനി ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുന്നതായിരിക്കും. ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് വരാം. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നിങ്ങൾക്ക് വീഡിയോയുമായിട്ട് റിലേറ്റഡ് പ്രശ്നമോ എന്തെങ്കിലും പോരായ്മ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതൊക്കെ ഒന്ന് പരിഹരിച്ച് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത ആഴ്ച വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് വരാം. അതുവരെ ബൈ ഫ്രണ്ട്സ്.